പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായിരുന്നു കൊണ്ട് ഈ ദൈവജന സന്ദേശം യൂട്യൂബ് ചാനലിൽ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ലോകരക്ഷകരും നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യതയുള്ള തിരുനാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹ വന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. വലിയവനായ ദൈവം ഏവരെയും നല്ലമായി അനുഗ്രഹിക്കട്ടെ. ഒത്തിരി നാളുകൾക്ക് ശേഷമായി ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പിന്നെയും ഒരു അവസരങ്ങൾ ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തിന് സകല മഹത്വമാണ്, സ്തുതിയും സ്തോത്രവും കർത്താവിൻ്റെ പാദപീഠത്തിൽ ആദരവോടെ ഞാൻ അർപ്പണം ചെയ്യുന്നു. വലിയവനായ ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് താമസിച്ചതുകൊണ്ടും ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യ ബലവും നൽകി തന്നതുകൊണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ ദൈവം നമുക്ക് കൃപയൊരുക്കിയല്ലോ. ലോകരാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും തുറന്നു കേൾക്കുന്ന വചനം ഒരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായിരുന്ന പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ ഇപ്രകാരം പറയുകയാണ്: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യചിഹ്നമാണ്. ദൈവം നമുക്ക് അനുകൂലമാണ്, അങ്ങനെയെങ്കിൽ ആരാണ് നമുക്ക് പ്രതികൂലം? ദൈവകൃപയിൽ വന്ന രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു ദൈവവേദന് നിശ്ചയമായി പ്രതികൂലങ്ങൾ അനവധിയാണ്. കുടുംബത്തിനകത്തല്ലെങ്കിൽ പുറത്ത് അല്ലെങ്കിൽ സമൂഹത്ത് ഏതെങ്കിലും മേഖലയിൽ അഭിഷേകമുള്ള ദൈവകൃപയുള്ള ഒരു ദൈവവേദന് പ്രതികൂലങ്ങൾ ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ കടന്നു വരാം. എന്നാൽ പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും അവിടേക്ക് ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമാണ്. നമുക്കറിയാം, വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ അനുകൂലത വെളിപ്പെട്ട കരം നമുക്ക് ഒത്തിരി കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ആഹാർ തന്റെ തലമുറയുമായി ഇറങ്ങുമ്പോൾ മരുഭൂമിയിൽ ആ തലമുറ ഇസ്മായിൽ വെള്ളം കിട്ടാതെ നിലവിളിക്കുന്ന സമയത്ത് ആഹാർ ദൈവത്തോട് കരഞ്ഞു. എന്നാൽ ഒരു സാധ്യതയില്ലാത്ത മരുഭൂമിയിൽ ദൈവത്തിന്റെ അനുകൂലത വെളിപ്പെടുവാനിടയായി തീർന്നു. ഒരു വിടിവിപ്പാൻ രക്ഷപ്പെടാൻ സാധ്യതയില്ലെങ്കിലും അവിടെ ദൈവത്തിന്റെ കരം അനുകൂലമായി വെളിപ്പെട്ടു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരം അങ്ങനെയാണ് നമുക്ക് അനുകൂലമായി വെളിപ്പെട്ടു വരുന്നത്. സഹായിപ്പാൻ ആരുമില്ലെങ്കിലും, നമ്മുടെ സാഹചര്യം എന്താണെന്ന് അറിയാൻ നോക്കുവാൻ ആരുമില്ലെങ്കിലും അവിടെയും ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി മാറും. സ്വന്തം സഹോദരങ്ങൾ യോസേഫിന് ശത്രുക്കളായി മാറി, അവിടെയും യോസേഫിന് വേണ്ടി ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നു. അതുപോലെ തന്നെ ദാനിയേലിന് വേണ്ടി തൻ്റെ കൂടെ ഉള്ളവർ ശത്രുക്കളായി മാറി, അവിടെയും ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നു. എബ്രായ ബാലന്മാർക്ക് വേണ്ടി അനവധി ആളുകൾ ശത്രുക്കളായി മാറി, രാജാവടക്കം ശത്രുവായി മാറി, അവിടെയും ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നു. യോബിന് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വിരോധികളായി മാറി, അവിടെയും ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നു. വിശുദ്ധ ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ അവൻ പ്രതികൂലികളായി നിന്ന് അനവധി ആളുകളെ കാണാൻ കഴിയും. അപ്പോൾ തന്നെ അവിടെ ദൈവത്തിന്റെ കരം അനുകൂലമായി വെളിപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങളോട് പറയാം: ദൈവം നിങ്ങൾക്ക് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ കൂടെ അനുകൂലമായി ഉണ്ടെങ്കിൽ, ഉലകത്തിൽ ആരെല്ലാം എന്തെല്ലാം രീതിയിൽ നിങ്ങൾ തകർക്കുവാൻ ശ്രമിച്ചാലും തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ലോകത്തിലെ ഏത് വലിയ ശത്രുക്കൾ നമുക്ക് വിരോധികളായി മാറിയാലും, എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടാലും, നമ്മെ ഉന്മൂലം വരുത്തുവാൻ, നമ്മെ തകർത്ത് കളയുവാൻ ആരെല്ലാം അതിനുവേണ്ടി പരിശ്രമിച്ചാലും, പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ? വിശുദ്ധിയോടെ നിൽക്കുന്നവരാണോ? ദൈവമായുള്ള ബന്ധത്തിൽ നിൽക്കുന്നവരാണോ? ദൈവകൃപ പ്രാപിച്ചവരാണോ? ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ ആരെല്ലാം നല്ല രീതിയിൽ ശ്രമിച്ചാലും നിങ്ങളെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ദൈവം അനുകൂലമെങ്കിൽ ആർ പ്രതികൂലമായി മാറും? ഇല്ല പ്രിയരെ, ആരും നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുവാൻ ദൈവം അനുവദിക്കയില്ല. അതുകൊണ്ട് ഈ വചന സന്ദേശം ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് പറയാം: ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് ഉലകത്തിൽ ആര് ശത്രുവായി മാറിയാലും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. മാനുഷ്യ ഭുജങ്ങൾ നിങ്ങളെ തൊടുകയില്ല. ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ആകയാൽ ഈ വചനം ഏറ്റെടുക്കാം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ഈ വചനത്താൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.